CPIയിൽ എല്ലാ കാലത്തും അറിയപ്പെടുന്ന കണിശക്കാരനായിട്ടുള്ള കർക്കശക്കാരായിട്ടുള്ള നേതാവിൽ ഒരാളാണെങ്കിൽ ആ കണിശത അങ്ങനെ തന്നെ പുലർത്തി മുന്നോട്ട് പോവുകയാണോ ജീവിതത്തിലുടനീളം? ഇതുവരെ അങ്ങനെയാണ്. എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. അഭിപ്രായങ്ങളിൽ ഞാൻ നിർഭയം പറയും. അതിന് എനിക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഉണ്ടായാൽ ഞാൻ അംഗീകരിക്കുകയില്ല. പിന്നെ കണിശക്കാരനാണെന്നും തലക്കനമുള്ളവനാണെന്നും മസിൽ പിടുത്തക്കാരനൊക്കെ എന്നെപ്പറ്റി എന്നോട് സ്നേഹമുള്ള ആളൊക്കെ പറയാറുണ്ട്. അതൊന്നും ഞാൻ വലിയ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ തന്നെ എൻ്റെ ബോഡി ലാംഗ്വേജ് രാഷ്ട്രീയത്തിന് പറ്റിയതല്ല എന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു. ഞാൻ ഇലക്ഷൻ നിന്നപ്പോഴും അതുപോലെ തന്നെ ജനങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പോരാ, കുറച്ചുകൂടി സൗമ്യമായിട്ടും ആളുകളെ സ്നേഹമായിട്ടും എപ്പോഴും ചിരിച്ചും അവരോട് കുശലം പറഞ്ഞു അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഞാനവരോട് പറഞ്ഞു എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. എന്നെ അറിയുന്ന ആളുകൾ ഞാൻ വേണമെങ്കിൽ അവർ എൻ്റെ സേവനം ഉപയോഗിക്കാം. അല്ലാതെ അവരുടെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യും. പൊതുജീവിതത്തിൽ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയുള്ള കൗശലങ്ങളോ കാപട്യങ്ങളോ ഒന്നും കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കാണിക്കുകയില്ല. അത് സച്ച് ഞാൻ എന്താണോ ആളുകൾ അംഗീകരിക്കണമെങ്കിൽ യെസ്, ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ഇത്രയും കാലം ഞാൻ 65 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായ സന്ദർഭത്തിലാണ് ഞാൻ തിരുവനന്തപുരത്തെ CPIയുടെ പ്രവർത്തകനായി വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒരു കാര്യത്തിൽ എനിക്കുണ്ടായിട്ടില്ല. വിവാദങ്ങളുണ്ടാകും. വിവാദങ്ങൾ എൻ്റെ കൂടപ്പുറപ്പാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് വിവാദമാണ്. അതിലെനിക്ക് വലിയ ഭയമൊന്നുമില്ല. വിവാദങ്ങൾ നടക്കട്ടെ എന്നുള്ളത്. ഞാൻ എന്തെല്ലാം കണ്ടു എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. പലതവണ പല മുഖ്യമന്ത്രിമാർ, പല ഭരണങ്ങൾ, പല മുന്നണികൾ, നിരവധി സമരങ്ങൾ. എനിക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് എന്നോടൊപ്പം തിരുവനന്തപുരത്തെയോ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ സമരങ്ങളിൽ പങ്കെടുത്ത ഒരാൾ ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ വരുമ്പോഴെൻ്റെ മുമ്പിലുണ്ടായിരുന്ന എല്ലാം വടപക്ഷങ്ങളായിട്ടുള്ള നേതാക്കന്മാരാണ്. CPIയിലും CPMലും. EMSൻ്റെ നേതൃത്വത്തിലുള്ള CPMനും EMSും AKG എന്നൊക്കെ പറഞ്ഞാൽ അന്ന് കേരളമാകെ നിറഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാരാണ് അവർ. പക്ഷേ അവർ CPM എന്നാണ് അറിയപ്പെട്ടത്. അവർ ഒന്നായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വലിയ നേതാക്കന്മാരാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും എന്നെ ആകർഷിക്കുകയും ചെയ്ത എം ഗോവിന്ദൻ നായരും TV തോമസും അച്യുതമേനോനൊക്കെ തുടങ്ങിയ ഒരു വലിയ നിസ്വാർത്ഥ സുഗത സാറ്, ചിത്തരഞ്ജൻ, അങ്ങനെ ഒരുപാട് PT പുന്നോസ്, റോസമ്മ പുന്നോസ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരു വലിയ നേതൃത്വ നിരയായിരുന്നു CPI. അണികൾ കുറവാണ്, നേതാക്കന്മാർ കൂടുതലാണ്. അതാണ് ഞങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപം. നേതാക്കന്മാരുടെ പാർട്ടിയാണ്, അണികളവർ കുറവാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടോ? ഇപ്പോഴും ചിലരൊക്കെ പറയും. പക്ഷേ അതിപ്പോൾ അതിരൂക്ഷമായി ആക്ഷേപിച്ചിരുന്നവരെല്ലാം ഞങ്ങളുമായിട്ട് യോജിപ്പായതുകൊണ്ട് ആ രൂക്ഷത ഇപ്പോൾ കുറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടുള്ള ഒരു വിഷയം, കോൺഗ്രസുമായിട്ടൊരു മുന്നണി ഉണ്ടാക്കി. CPIക്കാർ കോൺഗ്രസിൻ്റെ വാലാണ്, കോൺഗ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ പ്രചരണങ്ങളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പറയാൻ ആരുമില്ല. കാരണം അങ്ങനെ പറഞ്ഞവരെല്ലാം കോൺഗ്രസിൻ്റെ കൂടെയുള്ള പല ബന്ധങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി കോൺഗ്രസ് അല്ല, BJP ആണ്. BJP മാത്രമല്ല, അവരുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാറാണ്, RSSകാരാണ്.
അതൊരു തരം ഇന്ത്യയുടെ മതേതരത്വത്തിനൊക്കെ അപകടകരമായ ഒരു നയവും പരിപാടിയും ഉള്ളവരാണ് ഈ ആളുകൾ. അവരാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി. ആ ഭീഷണി നേരിടാൻ യഥാർത്ഥ ജനാധിപത്യ മതേതര രാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ ഇന്ന് നമുക്കായ മാർഗം അതിവിപുലമായ ഒരു ദേശീയ മുന്നണിയാണ്. എല്ലാ പാർട്ടിക്കാരും BJPക്കാർക്ക് എതിരായിട്ടുള്ള, RSSനെതിരായിട്ടുള്ള, ഫാസിസ്റ്റിനെതിരായിട്ടുള്ള ഒരു ആൻറ്റി ഫാസിസ്റ്റ് പ്ലാറ്റ്ഫോം, അതാണ് രണ്ട് പാർട്ടി CPIയും CPMും പാസ്സാക്കിയിട്ടുള്ള പ്രമേയങ്ങൾ അങ്ങനെയാണ്. പക്ഷെ അത് ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകുന്ന കാര്യത്തിൽ ഒരിടത്തും എത്തുന്നില്ല. അതിലൊക്കെ ഞാൻ വളരെ നിരാശനാണ്. കാരണം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു സംവിധാനം വന്നു. അത് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും മതേതര പാർട്ടികളും സോഷ്യലിസ്റ്റ് പാർട്ടികളും എല്ലാവരും പിടിച്ചത്. അത് യാഥാർത്ഥ്യമാണെങ്കിൽ അതൊരു വലിയ നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങൾക്കുണ്ടാക്കിയതുപോലെ ഒരു വലിയ ആവേശമുണ്ടാവുകയും ഒരു വലിയ ജനകീയ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉയർന്നു വരികയും ഇന്ത്യ നേരിടുന്ന പല ആഭ്യന്തര വർഗീയ അതുപോലെയുള്ള പല വെല്ലുവിളികളെ നേരിടാൻ ജനങ്ങൾ കഴിയും. അപ്പോൾ ഇതിന് രാഷ്ട്രീയ പ്രമേയവും പാർട്ടി, എൻ്റെ പാർട്ടിയാണ് വലുത്, നിൻ്റെ പാർട്ടിയാണ് വലുത്, അങ്ങനെ കുറച്ച് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം നടത്തിയാൽ ഇന്ത്യയുടെ ദേശീയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. പരിഹാരം കാണണമെങ്കിൽ ഈ അതിർത്തി വരുമ്പുകളെല്ലാം തട്ടിമാറ്റണം. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അവരവരുടെ പാർട്ടി അവർക്കൊക്കെ എങ്ങനെയെങ്കിലും നിലനിൽക്കണമെന്നുള്ള, അത് ഒരു സാധാരണ പറയാം, അതൊരു പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാർത്ഥതയാണ്. അവരെ പാർട്ടിയാണ് കറക്റ്റ്, വേറെ എല്ലാവരും തെറ്റാണെന്നുള്ളത്. അങ്ങ് സജീവ രാഷ്ട്രീയം വിട്ട് പുസ്തകരചനയിൽ ഇപ്പോൾ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കനൽ വഴികൾ എന്നുള്ള ആത്മകഥ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം വിവാദമായത്. അത് ഭക്ഷണ വിവാദമായി മാറുകയും പിണറായിക്ക് ചൂരമീൻ ഇഷ്ടമില്ലെന്നും ആനത്തലവട്ടത്തിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹം ചൂരമീനായത് കാരണം ഭക്ഷണം കഴിക്കാതെ മടങ്ങിയെന്നതടക്കമുള്ള ചില വിമർശനങ്ങൾ, വിവാദങ്ങളൊക്കെ തന്നെയും ഉണ്ടാവുകയും ചെയ്തു. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ വിവാദങ്ങൾ അങ്ങയുടെ കൂടപ്പുറപ്പാണെന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇനിയുമുണ്ടോ ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ? അതെൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞ കൂട്ടത്തിലൊരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളതല്ലാതെ അതിനിത്രയും വലിയ വ്യാപ്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഈ ആഹാരം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യനും വ്യത്യസ്തമായ ടേസ്റ്റുകളുണ്ട് ആഹാരത്തിൽ. ഓരോ ഓപ്ഷൻസ് ഉണ്ട് ഓരോ ആഹാരം. അത്രയേ ഉള്ളൂ. അതിപ്പോൾ പിണറായിക്ക് ചില ആഹാരത്തിനോട് ചില താല്പര്യമുണ്ട്, എനിക്ക് വേറെ ചിലതിനോട് താല്പര്യമുണ്ട്. അതിങ്ങനെ ഒരു വിഷയദാരിദ്ര്യമുള്ളതുകൊണ്ട് ആരോ എടുത്തതിനെ ഇങ്ങനെ. അത് മാത്രമല്ല, പുസ്തകം വിറ്റഴിഞ്ഞ് 2ാം പതിപ്പായി 3ാം പതിപ്പായി. അതിലൊക്കെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.